എന്റെ അമ്മോ. അത് പതുക്കെ പോയട്ടാ നടക്കാൻ വയ്യന്നേ. അങ്ങനെ ഒരു കുടം വെള്ളമുണ്ട്. ഇതുകൊണ്ട് ഞാൻ ഇനി വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നവരെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടാ. ഇവിടെ വേറെ ആൾക്കാരും ഇല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ആരും ഇല്ല ഇവിടെ. ഹലോ. ആ ഇവിടെ ഇത് എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. അങ്ങനെ ഞങ്ങള് അല്ല, മഴയാണെന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് അകത്തോടാണ് കയറുന്നത്. അല്ല, വെള്ളപ്പൊക്കവും മഴയല്ലേ. അപ്പൊ ഞങ്ങൾ ആ പാലത്തിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര മഴ. ആ, പാലത്തിൻ്റെ അവിടെ എത്തിയപ്പം നല്ല മഴയാണെങ്കിൽ പാലത്തിനടിയിൽ പോയി നിന്നാ പോരെ? അല്ല, മഴ പെയ്ത് തല വീഴുന്ന പനിയെ പിടിക്കുള്ളൂ. പക്ഷെ പാലത്തിനടിയിൽ നമ്മൾ ചത്തു. അതേതുപോലെ പാലാരിവട്ടം പാലം. അയ്യോ, എന്നാ പിന്നെ നിൽക്കണ്ട. ഓക്കെ. എന്റെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഇന്ന് വരെ നിങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ടോ? എന്തോന്ന് ഫ്ലോറിൽ വന്നിട്ടാണോ നിങ്ങൾ ഭാര്യ ഭർത്താവ് വഴക്കുണ്ടാക്കുന്നത്? എന്റെ ഒരാഗ്രഹം ഇങ്ങനെ സാധിച്ചു തന്നിട്ടില്ല. ഇപ്പൊ എന്താ പ്രോബ്ലം? എന്താ പ്രശ്നം? പ്രളയത്തിലും വെള്ളം എല്ലാം കൂടെ കുത്തി ഒളിച്ച് ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ എന്നെ ഒരു വള്ളത്തെ കയറ്റി അങ്ങ് വിട്ടിക്ക. അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ലേ? എന്തോന്ന് ഞാൻ വള്ളത്തെ കയറി പോയപ്പോ പ്രസന്ന സുശീലയൊക്കെ മേലെ ഹെലികോപ്റ്റർ തൂങ്ങി കിടന്ന് ടാറ്റ കാണിക്കുന്നു. ഞാൻ എങ്ങനെ അവളെ പറഞ്ഞ മുഖത്ത് നോക്കൂ? ഇനി എന്തെങ്കിലും ഒരു ഹെലികോപ്റ്റർ കയറാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ടോ? അതെ, എന്തുവാ നിങ്ങളുടെ ഭർത്താവല്ലേ ഇങ്ങനെ താടിക്കൊക്കെ ഇട്ട് തട്ടാവോ? പിന്നെ തട്ടാതെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ നമ്മൾ ദൈവത്തെ പോലെ ഭാര്യമാര് കാണണം. അവരുടെ കാലടികൾ പിന്തുടരുകയാണ് നിങ്ങൾ ഭാര്യമാര് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ ഭർത്താവിന്റെ കാലടികൾ പിന്തുടരണമെന്നാ പറയുന്നത്. അതെ. ഭർത്താവ് തെങ്ങേറ്റക്കാരനാ. നാളെ ഈ കാലടി പിന്തുടർന്ന് ഞാനങ്ങ് തെങ്ങയിലോട്ട് കയറാനോ? അല്ല കയറാനോ? കയറണോ? വേണം. അത് ഞാൻ ചോദിച്ചെന്ന് പറയാം. എന്റെ വെക്കിട്ട് കയറാൻ വരുന്നതിനാ? പിന്നല്ലാതെ എല്ലാരും കുറെ ഉപദേശം ഫ്രീ ആയിട്ട് ഉപദേശം കുറെ തരും. ഇതൊക്കെ മേടിക്കുന്നത് ഞാൻ കണ്ടു ചെയ്യാൻ പറ്റുന്നോ? സാറേ, ഞങ്ങള് സത്യം പറഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പില്ലേ, അതെ, അവിടെ പോവേണ്ടവരാണ്. അതെ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എന്റെ സ്റ്റാൻഡേർഡത്തിനൊത്ത്. കാരണം ഞാൻ ഈ സെലിബ്രിറ്റികളുടെ വീട്ടിൽ തെങ്ങിക്കയറുന്ന ഒരു മനുഷ്യനാണ്. ഓഹോ. തെങ്ങിക്കയറ്റുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാനൊരു സെലിബ്രിറ്റിയാണ്. അതെ. ആരുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ തെങ്ങിക്കയറിട്ടുണ്ട്? ഞാന് മമ്മൂക്കാര, ലാലേട്ടൻ, പിന്നെ സുരേഷ് ഗോപി ചേട്ടൻ, ജയറാം ഏട്ടൻ, പിന്നെ ഞാൻ ഒരു ദിവസം കോട്ടൺ നസീർക്കാരുടെ വീട്ടിൽ തെങ്ങിയാറാൻ പോയിരുന്നു. എന്റെ വീട്ടിൽ വന്നായിരുന്നു. അതെ അതെ. തെങ്ങുണ്ട്. പക്ഷെ പുള്ളി എന്നെ സമ്മതിച്ചില്ല. പുള്ളി ഉന്മാനുഷ ഒരാളല്ലേ. പുള്ളി എന്നെ കയറി തെങ്ങി കയറി കൊതുമ്പും ചൂട്ടും എല്ലാം വാരിയും കിട്ടി. അതുകൊണ്ട് നമ്മള് ഇത്രയും സ്റ്റാർസിന്റെ വീട്ടിൽ തെങ്ങാറാൻ പോയിട്ട് ഏത് സ്റ്റാറിന്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് ലാലേട്ടന്റെ വീട്ടിലെ തെങ്ങിലാണ് സാർ ഭയങ്കര ഇഷ്ടം. എന്താണത്? അതായത് നമ്മളെ പുഴക്കരയിൽ തെങ്ങ് വയ്ക്കുമല്ലോ ഇങ്ങനെ ചരിഞ്ഞ്, അതേപോലെ ലാലേട്ടന്റെ വീട്ടിലെ തെങ്ങ് ഈ സൈഡിൽ കൂടെ അങ്ങ് കയറി എളുപ്പമുണ്ട്. വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. ചാഞ്ഞ് നിൽക്കണ ഓടിക്കയറാം. പിന്നെ ഒരുപാട് കാശ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ജോലിയും കുറവാണ്. നമ്മളെ മദ്രാസിൽ ചെല്ലണം. രജനീകാന്ത് സാറില്ലേ, രജനീകാന്ത്. ഒരു തേങ്ങ ഇട്ടാൽ 100 തേങ്ങ ഇടുന്ന പൈസ തരും പുള്ളി. അങ്ങനെയാണ് നമുക്ക്. പിന്നെ ചേട്ടൻ ചില ദിവസം ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനും പോവാറുണ്ട്. അയ്യോ, ഞാൻ തെങ്ങ കയറത്തില്ല. ഞാൻ താഴെ നിന്ന് പിരിച്ചിടും. ഞാൻ അജു വർഗീസ്, ധർമ്മജൻ പോൾഗാട്ടി, പിന്നെ കൊച്ചു പ്രേമൻ, ഇവരെയൊക്കെ വീട്ടിലാണ് ഞാൻ പോകുന്നത്. അതെ അതെ. ഇങ്ങനെ എന്നിട്ട് ഒന്ന് പിരിച്ചാ മതി, താഴെ വീഴും. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ആരുടെ വീട്ടിൽ തേങ്ങ ഇടുന്നതാണ്? ഏറ്റവും ബുദ്ധിമുട്ട് സുരേഷ് ഗോപി സാറിന്റെ വീട്ടിലെ തെങ്ങ്. അത് ഞാൻ തെങ്ങിൽ കാല് മറ്റേ സാധനമൊക്കെ ഇട്ട് തെങ്ങി കയറി ഏകദേശം പകുതി എത്തുമ്പോൾ തെങ്ങ് ഇങ്ങനെ ഒരു ആട്ടം. ഞാൻ ഇവിടെ വരും വീണ്ടും എങ്ങനെയെങ്കിലും അങ്ങ് കയറി ഇവിടെ എത്തുമ്പോൾ ഒരൊറ്റ ഷീറ്റ് ഇത് ഇവിടെ ഓല വന്ന് അടിക്കും. പിന്നെ ഒരു 3 തേങ്ങ ഇട്ട് ഞാൻ തറയിൽ വീഴും. അപ്പോൾ സാറ് സാധാരണ നമ്മൾ 3 തേങ്ങ ഇട്ടാൽ 2 തേങ്ങ അവർ കൊടുക്കും, 1 തേങ്ങ ഞാൻ എടുക്കും. പുള്ളി അതുപോലും തരില്ല സാറേ. പുള്ളി ആ തേങ്ങ ഇങ്ങ് എടുത്തിട്ട് പറയും, ഇതെനിക്ക് വേണം, ഞാനിതങ്ങ് എടുക്കുക, ഞാനിത് തരില്ല. ഞാനതുകൊണ്ട് ഇപ്പൊ അവിടെ പോകാറില്ല സാർ. എന്തിനാ വെറുതെ നമ്മൾ കൂലിയില്ലാതെ ജീവിക്കും? ഇത് ഒരെണ്ണം ഇടുമ്പോഴല്ല, ഒരു 50 ഇട്ടാലും ഇത് തന്നെ പറയുന്നത്. അതെ അതെ അതെ. കൂലി പോലും കിട്ടത്തില്ലല്ലോ. അവരോട് സംസാരിച്ചിട്ട് സമയമില്ല. ഞാൻ തുണിയെടു സാർ. ഇതൊന്ന് പിടിക്കാൻ പറ്റും സാർ? കാരണം ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ എല്ലാം ഇതൊന്ന് പിടിക്കും സാർ. ഞാനോ? ഒന്ന് പിടിച്ചാ കുഴപ്പമില്ല. വേറെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇട്. അതെ സാർ, ഒരു 2 മണിക്കൂർ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണങ്ങിയിട്ട് 2 മണിക്കൂർ നല്ല കാറ്റ് വീഴ്ചയുണ്ട്, ഉണങ്ങിക്കോളൂ. കുഴപ്പമില്ല. അതെന്ത് പരിപാടി സാറോ? ഞാൻ സാധാരണ സെലിബ്രിറ്റിയുടെ വീട്ടിൽ പോകുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ ഇങ്ങനെ കാണിക്കല്ലോ സാറേ. കേട്ടോ, അവർക്ക് കുഴപ്പമില്ല. വിട്. നമുക്കറിയാം, നമുക്ക് പണി നമുക്കറിയാം. അറ്റ അവിടെ അറ്റ ഇല്ലേ? അല്ലാതെ നമ്മളെ പഠിപ്പിക്കാൻ പോകും. നമ്മളെ ജീവിക്കും. അപ്പൊ നിങ്ങൾ പിടിച്ചില്ലെന്ന് വിചാരിച്ച് നമ്മുടെ തുണിയൊന്നും ഉണങ്ങാതൊന്നും ഇരിക്കത്തില്ല. അതെ. നീ വാ. അവിടെ ഇട്ടാ മതിയോ? പിന്നെ ചേട്ടന് ഭയങ്കര ബുദ്ധിയാണല്ലോ ചേട്ടാ.
ഒന്ന് കാറ്റ് വീഴ്ച വന്നാ മതി. ഒരെണ്ണം വെച്ചിട്ട് മതി എല്ലാം തരാം എല്ലാം പഴയ ഓക്കേ. ഇച്ചിരി പൊക്കാൻ പറ്റുമോ? നീ അവിടെ പിടിച്ചോ ഓക്കെ. ചേട്ടാ അവിടെ പിടിച്ചോണേ. ഇത് ഇരിക്കാം. അപ്പൊ ആ സമയം വരെ നമുക്ക് ഇരുന്നു നീ അതിലിരുന്നോ വീടല്ലേ. എടുത്തേ. എടുക്ക. എന്റെ കോട്ട് കോട്ടുകളെ വീട്ടിൽ കൊണ്ടുവരണം. എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്? എന്താ പരിപാടി? ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്കും എനിക്ക് വിടാനുള്ള ആശയമാണിത്. കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് കൊണ്ടുവന്നത്. വരുന്ന വഴിക്ക് പൊരിഞ്ഞ മഴ, അതുകൊണ്ട് ഇത് കോട്ട് മൊത്തം നനഞ്ഞു. ഇതൊന്ന് ഉണക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. ഒരു മനസാക്ഷി കാണിക്കുന്നത്. ചേട്ടാ വരുന്ന വഴിക്ക് പൊരിഞ്ഞ മഴ. മഴ ഇതെന്തൊരു അമ്പലപ്പറമ്പ പൊരിഞ്ഞത്. ഒന്ന് പിരിച്ചോട്ടെ. എന്റെ കോട്ട് തെറിയല്ലോ. പോ ചുമ്മാ. ഇവിടെ ചേട്ടന്റെ ഷർട്ട് ഇടാൻ സ്ഥലമില്ല. അന്നേരം കോത്തും കൊണ്ട് വന്നിരിക്കുന്നു. പോയെന്ന് നിന്റെ സാരി കൊടുത്തു പോയി. എന്തെടുക്കുവാ ചേട്ടാ? ഇത് കണ്ടോ? എനിക്കും എന്റെ ഭാര്യയ്ക്കും കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളമാണ്. നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഒരു ഇത്തിരി വെള്ളം കുടിക്കാൻ സമ്മതിക്കത്തുള്ളൂ. മനസ്സാക്ഷി വേണ്ടുള്ളൂ. അയ്യോ വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ ഞങ്ങൾ മനുഷ്യര്. ഈ കോട്ടിട്ട നിങ്ങളൊക്കെ ഞങ്ങളെ പാവപ്പെട്ടവരെ കാണുമ്പോൾ മൃഗങ്ങളായിട്ടല്ലേ കാണുന്നത്. ഇപ്പൊ അങ്ങനെ കണ്ടാ നിങ്ങൾ വെള്ളം കുടിക്കണ്ട. പോ ചുമ്മാ എനിക്ക് എന്റെ ഭാര്യയും കുടിക്കാനുള്ള ചുമ്മാ ഒരു തുള്ളി വെള്ളം പോലും തരാത്ത ഇവരൊക്കെ എന്ത് മനുഷ്യരാണ് ഇവര്? ഞങ്ങൾ അങ്ങനത്തെ മനുഷ്യരാ. ഇവിടെ നിക്കണ്ട, പോയേ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇതൊരു ശല്യോടെ. ഏതെങ്കിലും ഒരു സ്ഥലം ദുരിതാശ്വാസ ക്യാമ്പിൽ ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഞങ്ങളെ ശല്യം ചെയ്യണം. എന്റെ പൊന്നു സുഹൃത്തെ, ഇതൊക്കെ ഒരു സഹായമല്ലേ? ഓ സഹായം വേണ്ട. ഞങ്ങളെ കാര്യം നോക്കണം. മാറി, ഇതെല്ലാം എടുത്ത് മാറി. അതെ, ആ പായ ഇങ്ങോട്ട് തരൂ. തൊട്ടോർത്ത് എനിക്ക് എന്റെ ഭാര്യയും കിടക്കാനുള്ള പായാണ്. അറിയാം, അത് കാശിന്ന് വാങ്ങിച്ചതാണത്. പിന്നെ ഞങ്ങളാരും കാശ് കൊടുക്കാതാണോ പാ മേടിക്കുന്നത്? കാശല്ല, കാശി. പ്ലീസ് സുഹൃത്തെ, പോടെ. ഒന്നും നടുന്ന് ഇവർക്ക്. ഈ വന്ന കാലത്ത് ഇങ്ങനെ ആൾക്കാരുണ്ട്, ഒരു പരസഹായം ചെയ്യാത്ത ആൾക്കാർ. കഷ്ടമായ ഇവരിപ്പോ പടവായത്. ഹലോ, നിങ്ങളിപ്പോ പടവായി. ഞാൻ വിചാരിച്ചു മരിച്ച് ഇതേ ഫ്രെയിം ചെയ്തിങ്ങനെ ഫോട്ടോ പോലെ വെച്ചേക്കുന്നത്. ഞങ്ങള് 10-18 വർഷം കൊണ്ട് കിടക്കുന്ന നിധി കാത്ത ഭൂതത്തിനെ പോലെ ചേട്ടൻ നടക്കുന്നു. ഞാൻ ഈ സൈഡ് കിടക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു പിടിച്ച് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, നീ നടുക്കട. മണ്ണൊന്നാവല്ലേ, ഞാൻ സൈഡിൽ കിടക്കാം. ഹലോ മമ്മൂക്ക, ഒരു വാക്കും ഇനി എന്നോട് സംസാരിക്കണ്ട. എന്റെ ഒരു മോന്റെ ബർത്ത്ഡേ ആണ് ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ വന്നോ? നിങ്ങളുടെ മകന്റെ ബർത്ത്ഡേ മുമ്പ് നടന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അവിടെ കൊണ്ടു തന്നത്? നെഞ്ചത്തടിച്ച് കരയുന്ന പാവ, കീ കൊടുത്താൽ ഓടുന്ന കാറ്, ബൊമ്മ, എല്ലാ സാധനവും ഞാൻ വാങ്ങിച്ചു തന്നില്ലേ? എന്നിട്ട് എന്റെ മോന്റെ ബർത്ത്ഡേ പറഞ്ഞിട്ട് മമ്മൂക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. മമ്മൂക്ക വേണ്ട, ഒന്നും സംസാരിക്കണ്ട. അടുത്ത പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അയ്യയ്യേ. ആ, ഇനി ഒരു കാര്യം ഇവിടെ, ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഞാൻ അന്ന് വാങ്ങിച്ചു തന്ന എല്ലാ സാധനവും തിരിച്ചതേക്കണം കേട്ടോ. ആ, അങ്ങനെയുണ്ടോ ആൾക്കാർ? കളി. ഹലോ, എന്താ ലാലേട്ടാ ഇങ്ങനൊക്കെ? എന്താ? ഞാൻ എന്റെ മകന്റെ ബർത്ത്ഡേ വിളിച്ചു. വേണ്ട, ഒന്നും സംസാരിക്കണ്ട. ലാലേട്ടൻ സംസാരിക്കണ്ട പ്ലീസ്. വേണ്ട, വെച്ച് വളരെ മോശമായിപ്പോ, വളരെ മോശമായിപ്പോ. ഞാൻ സഹിക്കില്ല കേട്ടോ, സഹിക്കില്ല. എനിക്ക് നിങ്ങളുടെ വെള്ളം വേണ്ട. ഹലോ സാർ, കുടി. അറിയാതെ വേണ്ട. ഞാൻ സിനിമാക്കാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ. അതാ ഞാൻ വേണ്ട, എനിക്ക് നിങ്ങളുടെ വെള്ളം വേണ്ട. ഞാൻ അവിടെ കിടന്നു, നീ അവിടെ കിടക്കും. ഞാൻ മാറി തരാം സാർ. നിങ്ങൾ രണ്ടുപേരും കിടന്നു. സോറി സാർ, ഞാനും അവള് മാറി തരാം. ഇതിപ്പോ ഞാൻ ഈ തറയിൽ കിടക്കുന്നല്ലേ? ഓ സാർ, സോറി സാർ. സാർ പ്ലീസ് സാർ. ഞാൻ ഒരു കോൾ വരുന്നു, ശല്യപ്പെടുത്തായിരിക്കും. ഹലോ, ഇല്ലില്ല, അത് ഞാൻ ചെയ്യില്ല. ആ പടം ഞാൻ ചെയ്യില്ല. ആ സ്ക്രിപ്റ്റ് MD ആണ്, ഞാൻ ചെയ്യില്ല. MD സ്ക്രിപ്റ്റ് ആണ്, ഞാൻ അത് ചെയ്യില്ല. ഞാൻ ആ പടം ചെയ്യില്ല. ഓക്കെ സോറി ക്ഷമിക്കണം. ഏതാ സ്ക്രിപ്റ്റ് സാർ? MD സ്ക്രിപ്റ്റ് ആണ്, ഞാനത് ചെയ്യില്ല. അത് MD വാസുദേവൻ സാറിന്റെ നല്ല സ്ക്രിപ്റ്റ് അല്ലേ സാർ? അത് ചെയ്തൂടെ? MD വാസുദേവൻ സാറിന്റെ സ്ക്രിപ്റ്റ് ആണെന്നല്ല പറഞ്ഞത്. പിന്നെ ഈ സ്ക്രിപ്റ്റ് MD ആണ്, അതിലൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. സ്ക്രിപ്റ്റിലൊന്നുമില്ലെങ്കിൽ പടം പൊട്ടിയാൽ താൻ എനിക്ക് നഷ്ടം നികത്തി തരുമോ? സാറേ, എന്താണ്? എൻ്റെ അടുത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് സാർ. അതെയോ? ഞാൻ 15 വർഷം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. തെങ്ങിന്റെ മേളിൽ നിന്ന് വരെ ഞാൻ എഴുതിയിട്ടുണ്ട് സാർ. ആ സ്ക്രിപ്റ്റ് തെങ്ങിന്റെ മുകളിൽ നിന്ന് എഴുതിയിട്ടുണ്ട്? അതെ സാർ, ഞാനാണ് സാർ എഴുതി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതെ സാർ, എഴുതിയിട്ടുണ്ട്. അപ്പൊ ഉയരെ എന്ന് പറയുന്ന സിനിമ താനാണോ എഴുതിയത്? അത് വേറെ ആരോ.
ഇത് ഞാൻ സാർ നല്ല സ്ക്രിപ്റ്റാണ് സാർ. സാർ കേട്ടാ സാറിന് ഇഷ്ടപ്പെടും സാർ. എന്താണ് കഥ? എന്താണ് സാർ എന്റെ പടത്തിന്റെ പേര് കുത്തുപാള. അതായത് പ്രകൃതി രമണീയമായ ഒരു നല്ല ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മുതലാളി ഉണ്ടായിരുന്നു സാർ. അദ്ദേഹത്തിന് 15 മക്കളാണ് സാർ. എന്ത് 15 മക്കളാണ്. എങ്കിൽ പടത്തിന്റെ പേര് ഒന്ന് മാറ്റണം. പിന്നെ വിത്തുകാളയെന്നാക്കണം കേട്ടോ. അങ്ങനെ ചെയ്യണം. ഇടോ ഇത് എന്തൊരു സ്ക്രിപ്റ്റ് ആണ് ഈ സ്ക്രിപ്റ്റ് ഒന്നും ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകത്തേ ഉള്ളൂ. ഈ സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ ചെയ്യില്ല. വേറെ ഉണ്ട്. വേറെ ഉണ്ട്. എങ്ങനത്തെ സ്ക്രിപ്റ്റ് വേണം സാർ? എടോ എന്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആയിരിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. നമുക്ക് ഒരുപാട് മാതൃകാ പുരുഷന്മാർ നമുക്ക് ഒരുപാട് കഥാസമാഹാരങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് തകഴ് സാറില്ലേ, തകഴ് സാറിന്റെ കയർ പോലുള്ള ബലമുള്ള സ്ക്രിപ്റ്റുകൾ വേണം വരാൻ. സാർ അതിനേക്കാൾ ബലമുള്ള സ്ക്രിപ്റ്റ് ഉണ്ട് സാർ. പറയൂ എന്താണത്? വടം നല്ല നല്ല ബലമാണ് സാർ. കയറിനേക്കാൾ ബലം ഉണ്ടല്ലോ സാർ. അത് നമുക്ക് അത് എന്നെ പറഞ്ഞ് പഠിപ്പിക്കുവാണോ? കയറിനേക്കാൾ ബലം പടത്തിനുണ്ടെന്ന് അത് മതിയോ സാർ? പടത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെ ബലമുള്ളതാണെങ്കിൽ കഥ എന്തായിരിക്കും? അതെ സാർ. അപ്പൊ സാർ ഇഷ്ടപ്പെട്ടോ സാർ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പടം ഞാൻ ചെയ്യും. ഓക്കെ സാർ. ഞാൻ ചെയ്യും. വേറെ ആർക്കും കൊടുക്കരുത്. ഇല്ല സാർ, ഞാൻ ചെയ്യില്ല. എന്തിനാ അങ്ങനെ ഭാഗ്യം പ്രേക്ഷിക്കേണ്ട കാര്യമില്ല. 20 ലക്ഷം രൂപ ഞാൻ എനിക്ക് സാർ 20 ലക്ഷം തരും. അപ്പൊ തേങ്ങ വിട്ട് കളയട്ടോ സാർ? വിളിച്ചു പറ. ഇനി 3 മാസത്തേക്ക് ഞാൻ റൂം എടുത്തു തരാൻ പോവാണ്. അവിടെ ഇരുന്ന് എഴുതിക്കോണം. പിന്നെ എത്ര കിലോ കഞ്ചാവ് വേണം? പടം പൂർത്തിയാക്കണ്ടേ? എനിക്ക് വേണ്ട സാർ. എനിക്ക് അതല്ലാതെ തന്നെ എഴുതി. അതല്ലാതെ സുമേഷേ, ഞാൻ തേങ്ങ ഇടക്കം നിർത്തിയേട്ടാ. നീ എല്ലാവരും പറയിച്ചോ. എല്ലാം നമ്മളെ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരും. ഞാൻ ഇനി തേങ്ങ ഇടുന്നില്ല. എന്തിനിടണം? വേണ്ട എനിക്ക് വേണ്ട. ഞാൻ ഈ സിമ്മൊക്കെ ഓടിച്ചാൽ ഫോണും കളയാൻ പോണു. പോടാ. പറഞ്ഞു. പുതിയ 20 ലക്ഷത്തിന് സമ്മതിച്ചോ? സാർ. പുതിയ ഫോൺ കുറവായി പോയോ? ഇല്ല സാർ. ഓക്കെ. അപ്പൊ ഈ കഥ മറ്റാരും അടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ വിടില്ല. ഒരു 5 ലക്ഷം ചെക്ക് അങ്ങ് തരികയാണ്. അഡ്വാൻസ് 5 lakhs. ഹെലികോപ്റ്റർ ഞാൻ കൊണ്ടുപോകും. സന്തോഷമായല്ലോ? സന്തോഷം സാർ. 5 lakhs ചെക്ക് തരികയാണ്. 5 lakhs അഡ്വാൻസ് തന്നില്ലെങ്കിലേ നിന്നെ ആരെങ്കിലും റാഞ്ചി കൊണ്ട് പോകും. 5 lakhsന്റെ ചെക്കാണ് ഇത്. മടക്കരുത്. ചെക്ക് മടങ്ങിയ കാശ് കിട്ടുമോ? അതുകൊണ്ടാണ് മടക്കരുത്. പിന്നെ ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. എന്തോ എഗ്രിമെന്റ് ആണ്. വേറെ പടത്തിന് ഈ പടം വേറെ ആൾക്ക് കൊടുത്താലേ ഞാൻ തന്നെ പോകും. ഇവിടെ അല്ല സാർ ഇട്ടോ, കുഴപ്പമില്ല. ഞാൻ തന്നെ ഇടാനോ? നീ ഇപ്പൊ എന്റെ വെട്ടിലായി കഴിഞ്ഞു. നീ ഇനി എങ്ങും പോയി രക്ഷപ്പെടില്ല. ഇതിന്റെ കോപ്പി എന്റെ ഒറിജിനൽ എന്റെ ഇരിക്കല്ലേ? ഇത് കൊടുത്ത ചെക്കാണോ സാർ? 5 lakhsന്റെ ചെക്ക്. ബാക്കി പടം തുടങ്ങട്ടോ. എന്നാ വിശ്വാസമില്ലേ? പോരെ, ഇനിയും തരാം. ഇഷ്ടം പോലെ ചെക്ക് ഇരിക്കല്ലേ? ഇഷ്ടം പോലെ. ആവശ്യത്തിന് എഴുതിയെടുത്തോളൂ. 20 പറഞ്ഞൊന്നും നിങ്ങൾ കൂട്ടാക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുത്തോളൂ കേട്ടാ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം? എനിക്കെന്താ കുഴപ്പം? ഇഷ്ടം പോലെ പണമുണ്ട്. വേറെ ഒന്നും എന്റെ ഇല്ല. പണമുണ്ട്, ആവശ്യത്തിനുണ്ട്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വട്ടാണ്. നിങ്ങൾക്ക് വട്ടാണ്. എനിക്ക് വട്ടാണെന്ന് നിങ്ങൾ എന്താ നോക്കിയേ. എന്റെ പടത്തിലെ നായികയാണ് വരുന്നത്. എന്റെ പടത്തിലെ നായികയാണ് വരുന്നത്. പടത്തിലെ നായിക സാറിന്റെ അഡ്വാൻസ് കിട്ടിയായിരുന്നു? ഇല്ല, തന്നില്ല. അഡ്വാൻസ് തന്നില്ലേ? ഇല്ല സാർ. സോറി. ഇഷ്ടംപോലെ വയറ് നിറച്ച് ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. പ്രാന്ത് പിടിച്ചു പോയി. ചെക്ക് മതിയോ? ഓക്കെ. വലിയ ചെക്കാണല്ലോ. അത് നായികയല്ലേ? നല്ല പേയ്മെന്റ് കൊടുക്കാതെ ഇവരൊക്കെ അഭിനയിക്കില്ല. 5 ലക്ഷം. 5 ലക്ഷോ? 5 ലക്ഷം മതിയോ? അത് മതിയല്ലേ? ഏത് ബാങ്കാണ്? പിടിച്ചോളൂ. അല്ല, ചെക്കൽ പേപ്പർ ചെക്കൽ. പിന്നെ പേപ്പറിൽ സ്വർണത്തിലാരെങ്കിലും ചെക്ക് അടിച്ച് കണ്ടിട്ടുണ്ടോ? എന്താണ് ഈ കുട്ടി പറയുന്നത്? എടോ, ഇയാൾക്ക് മുഴുത്ത വട്ടാണോ? ഹലോ, എന്റെ ദൈവമേ. ഞങ്ങൾക്കും തന്നു. ബാഹുബലിയുടെ 3ാം ഭാഗം ഞാൻ ചെയ്യണമെന്നോ? പറ്റില്ല. അതൊന്നും ഞാൻ ചെയ്യില്ല. എന്റെ ഈശ്വര, ഇവിടെ 4 ചുറ്റും എല്ലാം വട്ടന്മാരാണെന്നാണ് തോന്നുന്നത്.